ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കാൻ നോക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കണക്കിന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. അതേ അളവിന് തന്നെയാണ് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഇനി ഇതിലേക്ക് വേണ്ടത് മുളകാണ്. ഞാൻ ഈ മലക്കറി മുളകാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനൊരു 2 മണിക്കൂർ നന്നായിട്ടൊന്ന് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരുപാടാവണ്ട. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പട്ടയും ഗ്രാമ്പുമാണ്. ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട ചെറുതായിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുന്ന നേരത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 6 തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് മൂത്ത് വരുന്ന നേരത്തേക്ക് ഇതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ ഇതുപോലുള്ള പാൻ തന്നെ എടുക്കാൻ നോക്കുക. കാരണം നമ്മൾ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഉള്ളി നല്ലതായി ഈ ഒരു നിറമായി വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ തീ ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ആക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. നമ്മൾ ചിക്കനിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. കാരണം നമ്മളിതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് മാത്രമാണ് ഇത് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇതിൽ ഒരു ചെറിയ പേപ്പർ കഷ്ണം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അടഞ്ഞു നിന്നാൽ മാത്രമേ അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരത്തുള്ളൂ. നമ്മളെ ചിക്കന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ഞാൻ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഓരോ 5 മിനിറ്റിലും നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കണം. കാരണം നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചിക്കനിലെ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റും കൂടെയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രേവി പരുവത്തിനാണ് വേണ്ടതെങ്കിൽ ഈ ഒരു പരുവത്തിന് തന്നെ ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
അതല്ല കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവമായപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട.